ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഒരു സോഫ സെറ്റാണ്. സോഫ പിന്നെ അതേപോലത്തെ ഒരു ചെറിയൊരു വീട്ടിലേക്ക് ഒരു ഫർണിച്ചറാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. കാരണം എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീടിൻ്റെ അകത്തുള്ള വീട്, പിന്നെ അതിൻ്റെ വീടിൻ്റെ അകത്തേക്കുള്ള ഓരോ സാധനങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ക്യൂബ് എടുത്ത് എന്നിട്ട് SZ വെച്ചിട്ട് അത് സ്കെയിൽ ചെയ്യുന്നു, ഡൗൺ ആയിട്ട് സ്കെയിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ SY, എപ്പോഴും ആ യെല്ലോ ലൈൻ എപ്പോഴും ഓർക്കുക, അത് Y ആക്സിസ് ആണെന്ന്. ആ റെഡ് ലൈൻ എപ്പോഴും X ആക്സിസ് ആണെന്ന് എപ്പോഴും അത് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ SY വെച്ച് സെലക്ട് ചെയ്യാൻ നമ്മളത് കുറച്ചും കൂടി വലിച്ച് നീട്ടി. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് കുറച്ചൊരു കുഷൻ പോലെ ആക്കണം. അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫിസിക്സിൽ പോവുക. ഫിസിക്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ക്ലോത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെ താഴേക്ക് വരുമ്പോൾ പ്രഷർ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ ആദ്യം ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് മറ്റേ പ്രഷർ എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വരിക. അതിന് ഫീൽഡ് വേവ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 0 ആക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട നമ്മൾ കീ ഫ്രെയിം ഉണ്ട് താഴെ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള, അത് പ്രസ് ചെയ്ത് 1ൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് സ്മൂത്തൻ ചെയ്യുക. അപ്പോൾ ഏകദേശം ചെറിയൊരു സോഫ്റ്റ്നെസ്, എല്ലാ സൈഡും ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് വരും. സ്മൂത്ത്നെസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മറ്റേ സ്മൂത്ത് ഷെയ്ഡ് എഡ്ജ് സ്മൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി, ഫസ്റ്റ് വൺ കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിപ്പോൾ ചെറിയൊരു സ്മൂത്ത്നെസ് ആക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു എല്ലാ സൈഡും ഒരു സ്പോഞ്ച് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് അത് താഴേക്ക് തന്നെ വലിച്ചിടുക. അത് കറക്റ്റ് ആ ലെവലിൽ തന്നെ മേടിക്കുക. കാരണം സ്വാഭാവികമായിട്ട് സോഫയിൽ ഒരു സിറ്റിംഗ് ഉണ്ടാവുമല്ലോ, അത് അതേപോലെ വലിച്ചിടുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വലിയ ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെ 4 സൈഡിലേക്കും കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് എഫേർട്ടൊന്നുമില്ല. ഇത് നമ്മൾ ഓരോന്നും എടുക്കുക, എന്നിട്ട് സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ ഓരോ സൈഡിലേക്കും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് സൈഡിലേക്കാണ് വെക്കുന്നത്. സൈഡ് പ്രസ് ചെയ്ത് എന്നിട്ട് കറക്റ്റ് ഒരു മൂലയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതവിടെ സെറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെയും ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഇപ്പുറത്ത് അതേപോലെ തന്നെ വലിച്ചിപ്പുറത്തേക്കിടും. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതായാലും വീട് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട വീടിൻ്റെ ഉള്ളിൽ ഒരു ബെഡ്റൂമിൽ വേണ്ട കാര്യങ്ങൾ, അതേപോലെ നമ്മൾ ഒരു ഹാളിൽ വേണ്ട സോഫ സെറ്റ്, പിന്നെ കിച്ചണിൽ വേണ്ട സ്റ്റൗവ്, ഫാന്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതായത് നമ്മളൊരു വീടിൻ്റെ ഉള്ളിലേക്ക് വേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇൻസൈഡിലെ ഡോറ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം പതുക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റായിട്ട് നമ്മൾ നമ്മുടെ ലൈബ്രറിയിൽ സേഫായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് പിന്നീട് എപ്പോഴും ആവശ്യം വരുന്ന വസ്തുക്കളാണ്. നമ്മൾ ഏത് ഒരു റീലുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഒരു ഫിലിം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒബ്ജക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് അത് നമ്മളെ ലൈബ്രറിയിൽ കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് തന്നെയാണ്. ഓരോന്ന് നമ്മൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് പിന്നെ അതിൻ്റെ റെക്റ്റാങ്കിൾ 90 ഡിഗ്രിയിലേക്കാക്കി, പിന്നെ നമ്മളത് സ്കെയിൽ ചെയ്ത് ചെറുതാക്കി അത് വേണ്ട പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് കുറേ നേരം ഇരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏകദേശം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാൻ വെച്ചത്, നമ്മൾ ചെറിയൊരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് എപ്പോഴും ഇത് ഓർത്തിരിക്കണം എന്നില്ല. നമ്മൾ ആ ഒരു ബിഗിനിങ് ടൈമിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരുവിധം നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ ഓട്ടോമാറ്റിക് നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും കുറച്ച്
ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ ആ ഒരു കരിയറിന് കുറച്ചും കൂടി ഒരു ഹൈക്ക് തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സുകൾ കേട്ടിട്ട് നമ്മൾ പിന്നീട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നോട്ട്സ് എഴുതി വെക്കുന്നത് അത് നമ്മൾ ഇതിനോട് നമ്മുടെ താല്പര്യം കുറയും കുറച്ച് നാൾ കഴിയുമ്പോൾ. കാരണം ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കയറുന്നു അപ്പോഴൊക്കെ നമ്മൾ പ്രാക്ടീസാണ് ചെയ്യണത് എന്നുള്ള ഇതിലാണ് നമ്മൾ കയറുന്നത്. നമുക്ക് വേണ്ടിയല്ല ചെയ്യണത്. നമ്മൾ മറ്റുള്ള ഒരു ചാനലിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അത് നമ്മളുടെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യണത്. ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. എപ്പോഴും സ്ക്രീൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സൈഡ് നമ്മളത് അവരുടെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഏത് ചാനലെടുത്താലും അങ്ങനെ തന്നെ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതേപോലെ തന്നെയാണ് മിക്ക ഇതും എന്താ പറയുക, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എപ്പോഴും ഉണ്ടാക്കിയിടുക. എന്നിട്ട് അത് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കളർ മാറ്റുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓരോ ബാക്ക്ഗ്രൗണ്ടിലും ഓരോ സീനിലും നമുക്ക് അത് പ്ലേസ് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നണേ. നമ്മളിപ്പോൾ ഏകദേശം ഇത് ഭയങ്കര ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ളതല്ല. ഒരു ഏകദേശം ഒരു വീടിനകത്ത് കാണുന്ന ഒരു മെത്തേഡിൽ ഒരു ലോങ് വ്യൂവിൽ കാണുന്ന മെത്തേഡിലുള്ള ഒരു സോഫ സെറ്റാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുക, എന്നിട്ട് Ctrl J കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റാവും. ഇപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റായിട്ട് Ctrl J പ്രസ് ചെയ്തപ്പോൾ എല്ലാം ജോയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ചെറുതായിട്ടൊരു കളർ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കളർ ഷെയ്ഡ് കൊടുക്കണമെന്ന് മസ്റ്റാണ്. കാരണം നമ്മൾ ഇത്രയും ചെയ്തെങ്കിൽ നമ്മൾ ആ ഒരു ഷെയ്ഡിങ് കൂടി കൊടുക്കണം. നമ്മൾ എപ്പോഴും സോഫ സെറ്റ് ഞാൻ എപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു ഡാർക്ക് ബ്രൗൺ ആണ് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നാറുണ്ട് സോഫ സെറ്റ് എന്ന് പറയുമ്പോൾ. നമുക്കത് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ മെറ്റീരിയലിൽ പോയിട്ട് ബേസിക് കളറിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് നമ്മൾ റെഡിഷ് കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡിലുള്ള ആ ബാറ് നേരെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കളർ ഡാർക്കായി ബ്രൗൺ ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ ബ്രൗൺ എടുക്കുന്നത്. ഇതൊരു സിംഗിൾ കോട്ടിങ് ഇതാണ്. നമ്മൾ ഷെയ്ഡുകൾ ഇതൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേളിൽ പോയിട്ട് റെൻഡറിങ് മോഡിൽ ഇടണം. എന്തായാലും റെൻഡറിങ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം കറക്റ്റായിട്ട് കാണുള്ളൂ. ഇപ്പോൾ ഏകദേശം ആ ഒരു കളറായിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ കളറാണ് ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ നമുക്കൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ലൈറ്റിൻ്റെ ഒരു ഇത് നമുക്ക് എടുത്തിടാവുന്നതാണ്. അത് കുറച്ചും കൂടി ആ ഒരു ഷെയ്ഡ് കയറി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വസ്തുവിന് കുറച്ചും കൂടി ഒരു തിളക്കം കിട്ടും, അല്ലെങ്കിൽ ഒരു ഷോ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എപ്പോഴും ഇപ്പുറത്തൊരു ലൈറ്റ് കൊടുത്ത് പിന്നെ ഇപ്പുറത്തൊരു ലൈറ്റ് കൊടുത്ത് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു ഭയങ്കര ബേസ് മോഡൽ പോലെയാണ് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതിപ്പോൾ ഞാൻ വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.